ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിറന്നാൾ ആഘോഷം നമുക്ക് അടിപൊളിയാക്കണം. അടുത്ത കൊല്ലം നമ്മൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ എന്ത് ചെയ്യും? അറം പറ്റുന്ന വാക്കൊന്നും പറയലതല്ലേ. പിന്നെ എന്റെ പിറന്നാള് മീനമാസത്തിലെ ഭരണിയില. ഉരുളിയിലാവാത്ത ഭാഗ്യം. അല്ലാതെ പ്രേമം മൂത്ത് അവളെ തട്ടിക്കൊണ്ടുവന്നൊന്നുമല്ല. എന്തിനാ രാധേ കോടാനുകോടിയുടെ സ്വത്തും മണിമാളിയും കാറും ഒക്കെ? ഇതുപോലെ സൽസ്വഭാവിയായ ഒരു മകനെ കിട്ടിയതിലപ്പുറം ലോട്ടറി വേറെ വല്ലതുണ്ടോ? എന്നിട്ട് അവള് മകനെ കുറ്റപ്പെടുത്തുന്നു. എടേ, നീ ദൈവത്തിന് നന്ദി പറയണം. ഇത്രയും നല്ലൊരു മകനെ തന്നതിന് ഒരു ജന്മം മുഴുവൻ നന്ദി പറഞ്ഞാലും മതിയാവില്ലടി. നാളെ അവന്റെ പിറന്നാളാ. അവന് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നീ നല്ല മനസ്സോടെ കിടന്നുറങ്ങാൻ നോക്ക്. അതെ, അമ്മയായ പോരാ, അമ്മയുടെ നന്മ കൂടി മറക്കാതിരിക്കണം. ഇനി ഞാനും നീയും തമ്മിൽ സംസാരിച്ച മുട്ടനുടക്കാവും. അതുകൊണ്ട് നിന്നോട് വഴക്കിടാൻ എനിക്ക് മനസ്സില്ല. രാജു, രാജു, ഒന്ന് എഴുന്നേക്ക്. എന്താ മേഡം? വേളം വെച്ച് ആരെ എഴുന്നേൽപ്പിക്കല്ലേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താന്ന് പറ. കോളേജ് ഹോസ്റ്റലിൽ നിന്ന് അപ്പുന്റെ ഫോൺ വന്നു. എന്തോ അത്യാവശ്യം. എന്ത് പറ്റി മേഡം? അയ്യോ, ബഹളം വയ്ക്കല്ലേ, വേഗം ഒന്ന് എഴുന്നേറ്റ് വാ. വാ. ഇതെന്താ മേഡം? അപ്പൂനെ കാണണമെന്ന് പറഞ്ഞിട്ട് എന്താ ഇവിടേക്ക് വന്നേ? ഇത് ഏതാ സ്ഥലം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹാപ്പി ബർത്ത്ഡേ രാജു. മേഡം, ഇതൊക്കെ എപ്പോ സംഘടിപ്പിച്ചു? ഇതെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തതാ. ഇതെല്ലാം മില്യനെയറായ ഋതിക തരുന്ന ട്രീറ്റ് അല്ല, രാജുവിന്റെ ആ പഴയ ഫ്രണ്ട് തരുന്ന ട്രീറ്റ്. I love you, Raju. You're my love. My only love. നമുക്ക് കേക്ക് മുറിക്കാം. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday, happy birthday to you. Happy birthday, Raju. ആദ്യം രാജു കഴിച്ചു. രാത്രി 1 മണിയാറായി. ഇവര് ഈ സമയത്ത് ഇത് എവിടെ പോയതാ? മേഡം, വളരെ സന്തോഷം മേഡം. രാത്രി 12 മണി കഴിഞ്ഞപ്പോ എന്റെ പിറന്നാൾ ദിവസത്തിന്റെ തുടക്കം ഇത്രയും മനോഹരമാക്കിയതിന് ഒരുപാട് നന്ദി. ഇത്തരം ഒരു ബർത്ത്ഡേ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാ. കേക്ക് മുറിച്ച് ട്രീറ്റ് ചെയ്യുന്നതിന്
താങ്ക് യു സോ മച്ച് മാഡം. ഹാപ്പി ബർത്ത്ഡേയുടെ മോനെ. താങ്ക് യു സർ. ഹാപ്പി ബർത്ത്ഡേ രാജു. താങ്ക് യു ചേച്ചി. അമ്മയെ കാണിക്കുന്നവർ ഇത്തിരി കൂടുതലാ. ഹും. രാജു, പിറന്നാളായിട്ട് ഈ പഴയ ഷർട്ട് ഇടല്ലേ? ദാ, ഈ കോടി ഷർട്ട് ഇട്. ആ, അല്ല ഇത് പുതിയതാണല്ലോ. അതല്ലേടാ മണ്ട മോള് പറഞ്ഞത് ഇത് കോടിയാണെന്ന്. ഇത് നല്ല ഷർട്ടാണല്ലോ. ഇത് ഋതിക വാങ്ങിയതാണോ? അതെ ചേച്ചി. കോടി ഷർട്ട്. ഇതാ രാജു. ദാ. ഞാനിത് ഇട്ടിട്ട് വരാം. ഇവിടെ നിന്ന് മാറ്റിയാ മതി. ദാ സർ. ആ ദാ രാജു. ആ രാജുമോനെ, ആ? ഈ അളിയന്റെ അമ്മയുടെ പിറന്നാൾ ആശംസകൾ. താങ്ക് യു അളിയന്റെ അമ്മ. അളിയ ആ? എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു. താങ്ക് യു അളിയ. ഈ രാധമ്മ എന്താ കുഴവി കുത്തിയ കളവിയെ പോലിരിക്കുന്നത്? ഇടറി നിൽക്കുകയാണല്ലേ, ഞാൻ അറിഞ്ഞില്ല. അല്ല, പിറന്നാൾ ആഘോഷം നമുക്ക് അടിപൊളിയാക്കണം. അടുത്ത കൊല്ലം നമ്മൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ എന്ത് ചെയ്യും? അറം പറ്റുന്ന വാക്കൊന്നും പറയല്ലേ തള്ളേ. പിന്നെ എന്റെ പിറന്നാള് മീനമാസത്തിലെ ഭരണിയില. ഉരുളിയിലാവാത്ത ഭാഗ്യം. അമ്മ പശുവിന് പുല്ല് പറിച്ചോണ്ടിരിക്കുമ്പോഴാ എന്നെ പ്രസവിച്ചത്. ഓഹോ, പ്രസവിച്ചത് എന്റെ അമ്മ അറിഞ്ഞില്ല. ഞാനുണ്ടല്ലോ പുല്ലിന്റെ ഇടയിൽ ഇങ്ങനെ നീണ്ടു കിടക്കുകയായിരുന്നു. മുടിക തള്ളായി കിളവി. അതെ, പശുക്കളെല്ലാം എന്നെ കണ്ടു. ഞാന് ആ പുല്ലിന്റെ ഇടയിൽ കിടന്ന് എങ്ങനെ കരയുന്നെന്ന്. അകലെ